بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ويل للمطففين വചനം 1. വൈലുൻ മഹാനാശം, ലിൽ മുത്തഫിഫീൻ അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്. അളവിൽ കുറക്കുന്നവർക്കു മഹാനാശം. الذين إذا اكتالوا على الناس يستوفون വചനം 2. അല്ലദീന യാതൊരു കൂട്ടർ, ഇദക്താലു അവർ അളന്നു വാങ്ങിയാൽ, അലന്നാസ് ജനങ്ങളോട്, യസ്തൗഫൂൻ അവർ പൂർത്തിയാക്കിയെടുക്കും. അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും. وإذا كالوهم أو وزنوهم يخسرون വചനം 3. വഇദാ കാലൂഹും അവർ അവർക്കു അളന്നുകൊടുത്താൽ, ഔ വസനൂഹും അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ, യുഖ്സിറൂൻ അവർ നഷ്ടം വരുത്തും. അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും. ألا يظن أولئك أنهم مبعوثون വചനം 4. അലായതുന്നു വിചാരിക്കുന്നില്ലേ, ഉലായിക അക്കൂട്ടർ, അന്നഹും മബ്ഊസൂൻ അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്. അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്. ليوم عظيم വചനം 5. ലിയൗമിൻ അലീം ഒരു വമ്പിച്ച ദിവസത്തേക്ക്, വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്. يوم يقوم الناس لرب العالمين വചനം 6. യൗമയഖൂമു എഴുന്നേറ്റു വരുന്ന ദിവസം, അന്നാസു മനുഷ്യർ, ലിറബ്ബിൽ ആലമീൻ ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്. അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം. كلا إن كتاب الفجار لفي سجين വചനം 7. കല്ല വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ നിശ്ചയമായും ഗ്രന്ഥം, അൽ ഫുജ്ജാരി തോന്നിയവാസികളുടെ, ലഫി സിജ്ജീൻ സിജ്ജീനിൽ തന്നെ. വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും. وما أدراك ما سجين വചനം 8. വമ അദ്റാക നിനക്കു അറിയിച്ചതെന്താണ്, മാ സിജ്ജീൻ സിജ്ജീൻ എന്തെന്ന്. സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്? كتاب مرقوم വചനം 9. കിതാബുൻ ഒരു ഗ്രന്ഥമാണ്, മർഖൂം എഴുതപ്പെട്ട, ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
ويل يومئذ للمكذبين. വചനം 10. വൈലുയ്യൗമഇദിൻ, അന്നു മഹാനാശം, ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം. ജാതി മതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേ സമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തുനിയവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ശുഅറായിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ശുഐബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ശുഅറായിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്. ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ. സിജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിന്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9-ാം വചനം സിജ്ജീനിന്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിന്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.